അർജുൻ, ഇപ്പോൾ പെൺകുട്ടിയുടെ അമ്മ ഷൈജ ഇപ്പോൾ ടെലിഫോൺ ലൈനുണ്ട്. ശ്രീമതി ഷൈജ, വിഷമിച്ചിരിക്കുന്ന അവസ്ഥയാണെന്നറിയാം. എന്നാലും ഈ ബ്ലേഡ് മാഫിയ നിങ്ങളെ എങ്ങനെയാണ് ഉപദ്രവിച്ചത് എന്നറിയാൻ വേണ്ടിയിട്ടാണ്. എത്രയാണ് പലിശ ഇവർ ചോദിക്കുന്നത് ഷൈജ? ഇവര് ചോദിച്ചെന്ന് വെച്ചാൽ മുതല് 10,000 രൂപത്തോളം അവര് പലിശ വാങ്ങിച്ചുകൊണ്ടിരുന്നു. 1,00,000 രൂപയ്ക്ക് ആ പലിശ കൊടുത്ത് ഒരാളിന്റെ പൈസ വാങ്ങിച്ച് കൊടുത്ത് വേറൊരാൾക്ക് പലിശ കൊടുത്താണ് ഇത്രയും കടമായി പോയത്. ഞാൻ എന്നിട്ട് എല്ലാം കൊടുത്ത് എന്റെ പെരേടം വെച്ചും എന്റെ സ്വർണ്ണങ്ങൾ പണം വെച്ച് എല്ലാം ഞാൻ കൊടുത്ത് എന്നിട്ട് ഇത്രയും കൊടുത്തിട്ട് എന്റെ കൊച്ചിന്റെ ജീവിതം അവര് തകർത്ത് കളഞ്ഞു. അവരെ വീട്ടിൽ പോയി പയ്യന്റെ കാല് വെട്ടി എടുക്കുമെന്ന് ഭീഷണിപ്പെടുത്തി കുറെ മാഫിയാളും കുറെ ഗുണ്ടാളും. ഇപ്പൊ എന്റെ കൊച്ച് ICU ഇപ്പൊ ഡിസ്ചാർജാക്കി ഇന്നലെ ഇവിടെ കൊണ്ടുവന്നതാണ്. എന്റെ ഭർത്താവ് വെച്ചിട്ട് 5 മാസമായുള്ള 5 മാസം ഭർത്താവ് വെച്ച് എന്റെ 17ാമത്തെ ദിവസമാണ് ഈ സുനി എന്ന് പറഞ്ഞ അവ ഇവിടെ വന്ന് ഇത്രയും പ്രശ്നം ഉണ്ടാക്കിയ വീഡിയോ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ 17 ഞാൻ 1,00,000 രൂപ ഞാൻ അവന്റെ കൊടുത്തു. എന്റെ പൈസ എന്റെ ഭർത്താവിന്റെ പേരിൽ കിടന്ന പൈസ എന്റെ മോളും അമ്മ ഒപ്പിട്ട് 1,00,000 രൂപ ഇനിയെങ്കിലും നീ എനിക്കൊരു സ്വൈരം ആദ്യം പറഞ്ഞ് കൊടുത്തതാണ്. എന്നിട്ട് ഇപ്പൊ ആ പയ്യന്റെ വീട്ടിൽ പോയി എന്റെ കൊച്ചിന്റെ ജീവിതം ജനുവരി 1-ാം തീയതി കല്യാണം നിശ്ചയിച്ച് നമ്മളെല്ലാ സ്ഥലത്തും എല്ലാത്തിനും ബുക്ക് ചെയ്തു. സ്വർണത്തിനും ഓഡിറ്റോറിയം ഫുഡ് എല്ലാം ഒരു കല്യാണത്തിന് ഡ്രസ്സ് എടുത്ത് എല്ലാം നമുക്ക് ഇനി കല്യാണ മണ്ഡപത്തിൽ കൊച്ചിനെ ഒരുക്കി കൊണ്ടു ചെല്ലേണ്ട കാര്യമേ ഉണ്ടായിരുന്നുള്ളൂ. ആ സമയത്താണ് ഇതെല്ലാം ഇവര് ചെയ്തത്. പോലീസിൽ പരാതിപ്പെട്ടപ്പോൾ മനസ്സിലാക്കുന്നു ഷൈജ, ഇപ്പോൾ നമുക്ക് ഒരു സ്ത്രീകൾക്ക് നിയമമുണ്ട്. സ്ത്രീകൾക്ക് എല്ലാത്തിനും നല്ല പിന്നിൽ നടക്കുന്നതാണ് പറയുന്നത്. നമ്മൾക്ക് ഇതിന് നീതി കിട്ടണം. ഇവരെ ഇത്രയും പെട്ടെന്ന് ഇവരെ പിടിച്ച് അറസ്റ്റ് ചെയ്തിട്ട് ഇനി ഒരു പെൺകൊച്ചുങ്ങൾക്കും കടബാധ്യതകളുടെ ജീവിതം നശിപ്പിക്കരുത്. ഒരു ഗുണ്ടാളും ഒരു വീട്ടിൽ ഇങ്ങനെ നമ്മളിപ്പോ എന്റെ കൊച്ചിന് വല്ലതും സംഭവിച്ചെങ്കിൽ എനിക്കല്ലേ നഷ്ടപ്പെടൂ. വേറെ ആൾക്ക് അവർക്കുണ്ട്. അവന് വേറെ പെണ്ണ് കിട്ടും. അവൻ പോലും വിശ്വസിച്ചില്ല. അവൻ നിശ്ചയം കഴിച്ച് കഴിഞ്ഞ ഫെബ്രുവരി 2025 ഫെബ്രുവരി 23-ാം തീയതി മാവിൻമൂട് സന ടവർ വെച്ചായിരുന്നു അവർ എൻഗേജ്മെന്റ്. 1 വർഷമായി. എന്നിട്ട് പോലും ആരും അവര് അന്നെങ്കിൽ അങ്ങനെ ഉണ്ടെങ്കിൽ അവരോട് അന്വേഷിച്ചപ്പോ നമ്മളെ പറ്റി പറയത്തില്ലേ. നിശ്ചയം കഴിഞ്ഞ് 1 വർഷമായി. എന്നിട്ട് ഇപ്പോഴാണ് ചെന്ന് പറഞ്ഞു അവൻ ഇത്രയും നാൾ നമ്മളോട് അവരെല്ലാം സഹകരിച്ചും എല്ലാം സംസാരിച്ചിട്ട് ഈ നിസാര എവരെ ഈ നുണ കേട്ടിട്ട് ആ കൊച്ചിനെ വേണ്ടെന്ന് പറയുന്നത് അവൻ നല്ലതാ. എത്രയും ഒരു പെണ്ണ് കിട്ടാൻ നടക്കുന്നു. ഇത്രയും അവര് ഡൗറി അവര് വിചാരിച്ച് നമ്മളിപ്പോ അവർക്ക് സ്ത്രീ കൊടുക്കാതെ പറഞ്ഞ സ്ത്രീ അവർക്ക് കൊടുക്കത്തില്ല എന്നുള്ളൊരു പിന്മാറിലാണ് അവര് മാറിയത്. സ്ത്രീധനം ചോദിക്കുകയായിരുന്നോ ഷൈജ? അവര് സ്ത്രീധനം ചോദിച്ചായിരുന്നു. അവര് 50 പവന് കൊടുക്കാതെ പറഞ്ഞ് അച്ഛൻ മരിച്ചതിന് ശേഷം അവര് ചോദിച്ചായിരുന്നു. സ്ത്രീധനം കൊടുത്ത് മകളെ കല്യാണം കഴിപ്പിക്കുന്നത് ഷൈജ? ഇല്ല, നമുക്ക് അവർക്ക് നേരത്തെ അച്ഛൻ മോക്ക് വേണ്ടി പൈസ സേവ് ചെയ്തായിരുന്നു. അതൊന്നിനും നമ്മൾ എടുത്തിട്ടില്ല. അവളെ പേര് കൊച്ചിലെ അവളെ ഡെപ്പോസിറ്റ് ആണ്. അത് നമുക്ക് ആ വള വയസ്സാകുമ്പോഴത്തേക്ക് അവൾക്ക് അന്ന് ഗൾഫിൽ നിന്നൊക്കെ ഇട്ടതാണ്. അവൾക്ക് വേണ്ടി പറഞ്ഞ് നേരത്തെ ഫിക്സ് ചെയ്തതായിരുന്നു. അതുകൊണ്ട് അത് അവൾക്ക് വേണ്ടിയാണെന്ന് മരിക്കുന്ന സമയത്തും എന്റെ മോളെ കയ്യിൽ പിടിച്ചുകൊണ്ടാണ് നിന്നത്. എന്റെ മോള് ICU നിന്ന് അവളെ മരിച്ചല്ല, അവൾക്ക് ഇതുപോലെ ഇത് വിറ്റില്ല. അവളിപ്പോഴും പറഞ്ഞു അമ്മ കല്യാണം കുറച്ചുകൂടെ മാറ്റി വയ്ക്കുക, എനിക്ക് അച്ഛൻ മരിച്ചതിന്റെ ഇതുവരെ പോയില്ല. അപ്പൊ ആ പയ്യൻ പറഞ്ഞടി അത് കുഴപ്പമില്ല, കല്യാണം കഴിഞ്ഞ് നമ്മൾ ടൂറൊക്കെ പോകുമ്പോ അതെല്ലാം ശരിയാവും. ബാലിയിൽ ടിക്കറ്റ് ചെയ്ത ബുക്ക് ചെയ്ത് ടൂർ പോവാൻ ജനുവരി 10-ാം തീയതി. ഷൈജ, ഇപ്പോൾ മകളുടെ അവസ്ഥ എന്താണ്? മാനസികമായിട്ട് അങ്ങ് തകർന്നു പോയി. അവളെ ഫ്രണ്ട്സുകളും നമ്മൾ 1000 ലെറ്റർ അടിച്ച് 1000 പേർക്കും പോലീസ് ഇപ്പോൾ എന്താണ് പറയുന്നത്? പോലീസ് ഇത് കല്ലമ്പലത്തിൽ ഇന്നലെ FIR എഴുതി തന്നു. പോലീസ് അവരെ പിടിക്കാതെ പറഞ്ഞ ഇതുവരെ അവരെ പിടിച്ചാട്ടൊരു അറിവ് നമുക്ക് കിട്ടിയിട്ടില്ല. പക്ഷെ വർക്കല TDSP നമ്മളെ കൂടെ ഉണ്ട്. അവർ വർക്കല DSP പറഞ്ഞ് നിങ്ങൾ ആ മോളൊരു സുന്ദരി മോള് നല്ല കാണുമ്പോൾ മര്യാദയുള്ളൊരു കൊച്ചാണെന്ന്. ആ കൊച്ചിന്റെ ഈ പൈസയുടെ സാമ്പത്തിക വരി അവന്റെ ജീവൻ വെച്ചെങ്കിൽ ഒരാളെയും വെറുതെ വിടൂല. ശരി ഷൈജ, അത് നമുക്ക് നോക്കാം. ബ്ലേഡ് മാഫിയയെ പിടികൂടുക തന്നെ വേണം എന്നുള്ളതാണ്. വളരെ നന്ദി ഈ ഘട്ടത്തിൽ പ്രതികരിച്ചതിന്. വലിയൊരു